ഹലോ, ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഇതുണ്ടല്ലോ, ബീഫ് പോത്തിറച്ചി ഉപ്പിൽ വേവിക്കുന്നതും പിന്നെ കുറച്ച് മസാല ഇട്ട് നമ്മൾ കപ്പയിട്ട് ഉണ്ടാക്കുന്നതുമാണ്. അതിനായിട്ട് ഞാൻ ഒരു 4 സവാളയും കുറച്ച് വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 8-10 പച്ചമുളക്, കുറച്ചധികം വേപ്പില, കുറച്ച് കപ്പ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് എല്ലാം കൂടി ഇത് ചതച്ചിട്ട് മിക്സിയിലോ ഇടികല്ലിലോ ഇട്ട് ചതക്കണം ഈ സാധനങ്ങളെല്ലാം. എന്നിട്ട് കുക്കറിലേക്കിട്ട് ഉപ്പിട്ട് മഞ്ഞളിട്ട് വെളിച്ചെണ്ണ ഇട്ടിട്ട് നല്ലപോലെ കൈകൊണ്ട് തന്നെ ഞെരടണം. തവി വെച്ചൊന്നും ചെയ്താൽ ശരിയാവില്ല. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഞെരടി ഈ ബീഫ് പോത്തിറച്ചി, അത് കുറച്ച് എല്ലും കുറച്ച് നെയ്യും ഒക്കെ ഉള്ളത് വാങ്ങിക്കണം. ഈ ഉപ്പിൽ വേവിക്കണതിന് ഇത്തിരി നെയ്യൊക്കെ ഉണ്ടെങ്കിൽ ടേസ്റ്റാണ്. അപ്പം നമ്മളത് നന്നായിട്ട് ഞെരടി കുഴച്ച് കുക്കർ അടച്ച് കുറച്ച് നേരം വെക്കണം. ഒരു 10 മിനിറ്റെങ്കിലും വെക്കണം. കുറച്ചധികം സമയം വെച്ചാൽ അത്രയും നല്ലത്. എന്നിട്ടത് കുക്കറിൽ വെച്ച് ഒരു 3-4 വിസിൽ വരുമ്പോഴത്തേക്കും, നല്ല ഇറച്ചിയാണെങ്കിൽ വേഗം, ഇളയ ഇറച്ചിയാണെങ്കിൽ പെട്ടെന്ന് റെഡിയാവും, വേഗം. വെന്തതിന് ശേഷം നമുക്ക് ഒരു പകുതി വേവുമ്പോൾ ആ കപ്പ ഇട്ട് കൊടുക്കാം കേട്ടോ. 3/4 ഭാഗം വേവ്, പകുതി വേവുമ്പോൾ കപ്പ ഇട്ടിട്ട് അതും ഒരു വിസിൽ വരുമ്പോൾ അത് വെന്ത്, ഒരു വിസിൽ നിറച്ചങ്ങ് ഫുള്ളാവണ്ട, അപ്പോഴേക്കും അത് വേകും. നല്ല കപ്പയാണെങ്കിൽ വെന്തതിന് ശേഷം നമുക്ക് ചൂടോടെ കഴിക്കാം. ചോറിനോ ബ്രെഡിനോ ഇടിയപ്പത്തിനോ അപ്പത്തിനോ ഒക്കെ കൂട്ടി കഴിക്കാം കേട്ടോ. അപ്പം ഇങ്ങനെ ചെയ്ത് നോക്കണേ. ഇത് കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും ഒക്കെ മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. ഇത് നമ്മളുടെ വീട്ടിൽ എറണാകുളത്തൊക്കെ മിക്കപ്പോഴും ഉണ്ടാക്കുന്നത്. ബാക്കി നമ്മൾ കുറച്ചെടുത്തിട്ടൊരു മസാല ഇട്ടൊരു കറി വെക്കുമേ. ഇത് കുട്ടികൾക്കൊക്കെ നമ്മൾ ഇങ്ങനെയാണ് കൊടുക്കുന്നത് ഇവിടെ. ഇത് വേവിച്ച് വെച്ചതിന് ശേഷം ഇതൊന്ന് 2-3 വിസിൽ വരുമ്പോൾ വേകും. ഒരു 4 വിസിൽ മാക്സിമം. നല്ല ചിലവരുടെ കുക്കറിൻ്റെയും ചില ബീഫിൻ്റെയൊക്കെ വ്യത്യാസം ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കേട്ടോ. ഇതൊരു 3 വിസിൽ വന്നപ്പോഴത്തേക്കും സാധനം വെന്തു. ഞാനൊരു 2 വിസിൽ കഴിഞ്ഞപ്പോൾ തുറന്നു നോക്കിയിട്ട് ഈ സാധനം കപ്പയിട്ടു. അതിന് ശേഷം അതും വെന്തു. ഇറക്കി വെച്ച് ഇങ്ങനെ നമുക്ക് ചൂടോടെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എനിക്ക് ലൈക്ക് തരണം, കമൻറ്റ് തരണം, ഈ വീഡിയോ വാച്ച് ചെയ്യണം കേട്ടോ ഫുള്ളായിട്ട്. പിന്നെ രണ്ടാമത് നമുക്ക് മസാലയുടെ പരിപാടി നോക്കാം. അതിന് ഞാൻ മുഴുവൻ മല്ലിയാണ് എടുത്തിരിക്കുന്നത്. മല്ലി, മുളക്, കാശ്മീരി മുളകാണേ. അതിന് കുരുമുളക് പൊടിയുണ്ട്, മസാലപ്പൊടിയുണ്ട്, മഞ്ഞൾ പൊടിയുണ്ട്, ജീരകം, വലിയ ജീരകത്തിൻ്റെ പൊടി, എല്ലാം കൂടി ഒന്ന് ചൂടാക്കി എടുക്കുവാണേ. ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഒരു മിക്സിയിലിട്ടതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കുന്നു. ആദ്യം പൊടിക്കണം. പൊടിച്ചതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം, ചെറിയ ചൂടുവെള്ളം ഒഴിക്കണമെന്നില്ല, തണുത്തുവെള്ളം ഒഴിച്ചാലും മതി. അരഞ്ഞ് കിട്ടും. അരച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു സവാള നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ നേരത്തെ, പിന്നെ ഒരു സവാളയും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് വേപ്പിലയുമൊക്കെ ഇട്ട്, വേണമെങ്കിൽ തക്കാളി ഇടാം. ഞാൻ തക്കാളി ഇട്ടിട്ടില്ല കേട്ടോ. തക്കാളി ഇട്ടാലും നല്ലതാണ്. കുറച്ച് ഉപ്പ് നേരത്തെ നമ്മൾ ഇട്ടിട്ടുണ്ട്, കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഇട്ടാൽ മതി. അതിനുശേഷം നമ്മൾ ഈ മസാലയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റുന്നു. വഴറ്റിയതിന് ശേഷം നമ്മുടെ ഇറച്ചി അതിലേക്ക് തട്ടുന്നു. കുറച്ച് കപ്പയും കൂടി അതിലേക്ക് ചേർക്കുന്നു കേട്ടോ. കപ്പ ചേർത്താൽ നമുക്ക് ചിലവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചിലവർ ഡ്രൈ ആയിട്ട് എടുക്കുന്നതാണ് ഇഷ്ടം. ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് ഗ്രേവി ആയിട്ട് എടുക്കുന്നതാണ് ഇഷ്ടം. ചോറ് കഴിക്കാനും അപ്പം കഴിക്കാനും ബ്രെഡ് കഴിക്കാനും ഒക്കെ. അപ്പോൾ ഇങ്ങനെ കുറച്ച് ചൂടുവെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി. അത് തിളച്ചതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച ഒരു പകുതി ഇറച്ചിയുണ്ടല്ലോ, ഇറച്ചിയും കപ്പയും ഉണ്ടായിരുന്നേ, അതിലേക്ക് നമ്മൾ ഇടും. ഇട്ടിട്ട് കുറച്ച് കരിവേപ്പിലയും അതിൻ്റെ മുകളിൽ ധാരാളം അങ്ങോട്ട് ഇടണം. നമുക്ക് കരിവേപ്പില നമ്മുടെ സ്വന്തം ഇഷ്ടം പോലെ ഉണ്ട്. ഞാനത് നട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാവരും ഇത് കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണേ കേട്ടാ. ബൈ. കഴിക്കാൻ വായോ, എല്ലാവരും വാ കേട്ടോ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ലൈക്ക് തരണം കേട്ടോ. എനിക്ക് പിന്നെ എല്ലാവരും കമൻറ്റ് തരണം. ഓക്കെ, ബൈ.